4 മണിയായി. ആ 3:45 ബസ് ഇതുവരെ വന്നില്ല. അവർക്കൊന്നും ഒരു കൃത്യനിഷ്ഠയില്ലല്ലേ? നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എടാ നിനക്ക് എനിക്ക് മേലെ കൂലി ഇല്ലടാ, നമുക്ക് എപ്പോഴും ഇവിടെ വന്നിരിക്കുക. അതാണ് കാണാൻ ബസ്സുകാര്. അത് വന്നു. നിജി ലേറ്റ് ആയോ മോളെ? നിന്നെ തന്നെ ആ മുഖത്തിനകത്ത കണ്ണട ആദ്യം ഊരി മാറ്റി. ഫഹദ് ഫാസിലൊക്കെ വെക്കുന്നതാണ് തന്നെ. നിനക്ക് ആ പോയ ബസ് നീ കണ്ടോ? അതിന്റെ മുതലാളി കൊയ്യു അതൊക്കെ പാടമൊക്കെ ഉണ്ട്. നല്ല കോമഡി ആയിരുന്നു. നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഒരു ക്രിയേറ്റിവിറ്റി നീ പൊന്നലേ ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ചെളി അടിക്കാതെ. ആ ബസ്സിന്റെ മുതലാളി ഒരു ബസ് തുടങ്ങി, ഇപ്പൊ 5 ബസ്സുണ്ട്. ഭയങ്കര ബിസിനസ് അല്ലേ ബസ്. നമുക്കും തുടങ്ങിയല്ലേ ബസ്സിന്റെ പരിപാടി. ബസ് മിണ്ടരുത്. നിന്റെ വാക്ക് കേട്ട് പണ്ട് ചായക്കട ഇറങ്ങിയ ഓരോ പണ്ടടാ. എന്ത് 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 എടാ ഒരു പാവ അപ്പൂപ്പൻ ഒരു മസാല ചായ ചോദിച്ചു. നീ എന്തോടാ ചെയ്തത്? ഇവിടെ ഇങ്ങോട്ട് നോക്ക് നീ. നിന്റെ പോക്കറ്റിൽ ഇരുന്ന പാൻപരാഗിന്റെ പാക്കറ്റ് എടുത്ത് വെള്ളത്തില് പാൽ അത് കലക്കി. അത് മസാല അല്ല, പാൻ മസാല. അതെല്ലാം പോട്ടെ. കട്ടിക്ക് ഒരു പാൽ ചായ ചോദിച്ചു. കട്ടിക്ക് പാലില്ലാത്തോണ്ട് നീ എന്ത് ചെയ്ത്? കട്ടിക്ക് തൈര് അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. എടാ കട്ടി ഉള്ളോണ്ടല്ലേ ഇനി കട്ടിത്തരുന്ന് പറയുന്നത്. കട്ടി ചായ വേണമെന്ന് പറയുമ്പോ ഇത് നോക്ക് നീ കട്ടിക്ക് കൊടുത്തല്ലേ കിടക്കുന്നത്. കറക്റ്റ് സമയത്ത് മുങ്ങണം. ഞാൻ മുങ്ങിയല്ലേ, എനിക്ക് കിട്ടിയോ? ഞാൻ അറിയുന്നോ ഇത്രയും പാലും തൈരും തിരിച്ചറിയാൻ? നെഗറ്റീവ് മാത്രം പറയാനുള്ള ഒരു കാര്യം പറയുമ്പോ നീ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ബസ്സിന് എന്തോ പേരിടോ വരും. ഈ ബസ്സിന്റെ ഒക്കെ പേരും ഒക്കെ ആകുമ്പോ ബെഞ്ച് കൊടുത്തണം. ആ പേര് കേട്ട ആൾക്കാർ ബസ് നിറയും. നമ്മുടെ ബസ്സിന് എന്തോ പേരിടും. അത് പറ. കാര്യമായിട്ടാണോ? പിന്നല്ലാതെ പറ നീ. എന്നാ എന്റെ എക്സിന്റെ പേരിട്. നിന്റെ എക്സിന്റെ പേര് അളിയ ബസ്സിന് ഇത്ര സ്ഥലമുള്ളൂ പേരെഴുതാൻ. നിന്റെ എക്സുകളുടെ പേര് എഴുതിയാലേ പിന്നെ ഡ്രൈവറിന് പുറത്തുള്ള കാണാൻ പറ്റത്തില്ല. എന്നാ നിന്റെ എക്സിന്റെ ഇടാടാ. അതാവുമ്പോ പേര് എഴുതണ്ടല്ലോ. നല്ല റോഡ് നല്ല അടിപൊളിയായിട്ട് കാണാനല്ലേ. ലാഭം കൊണടിക്കല്ലേ. നമുക്ക് വേണ്ട ബസ് വന്നു. ബാ പോവാ. വണ്ടിക്കൂലി ഉണ്ട് എന്റെ ഇല്ലേ? ബസ് മുതലാളിയുടെ കയ്യിലില്ലേ വണ്ടിക്കൂലി? ഇല്ല. നബാ നടക്കാം. ഈ 12 കിലോമീറ്റർ ഒക്കെ വീണ്ടും നടക്കുന്ന കാര്യം. നമ്മുടെ ഒരു കൃത്യനിഷ്ഠ. ശരി.